ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 9-ാം തീയതിയാണ്. ഈ ദിവസം രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 8-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ പ്രധാന വിഷയമെന്ന് പറയുന്നത് ശുദ്ധീകരണവും ശുശ്രൂഷയും എന്നതാണ്. ദൈവസന്നിധി ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ശുദ്ധീകരണമുണ്ട്. അവർ വിശുദ്ധരായിരിക്കണം എന്ന ആശയമാണ്. എത്ര വിശുദ്ധരായി ജീവിക്കാമെന്ന് വെച്ചാലും ജീവിതത്തിൽ പാപങ്ങൾ ഒരുപക്ഷെ വന്നു പോകും. ഗൗരവമായ പാപങ്ങളല്ല, ചിന്തയിൽ വരുന്ന പാപങ്ങളാകാം. ജഡത്തിലെ കന്മഷവും ആത്മാവിലെ കന്മഷവും ഉണ്ടല്ലോ. എന്നാൽ അതൊക്കെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധി ശുശ്രൂഷിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവസേവയിലായിരിക്കുന്നതിനേക്കാൾ ഭാഗ്യകരമായ ഒന്നും തന്നെ ഒരു ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. കാരണം ദൈവത്തെ സേവിക്കുന്നവർ അവർ ദൈവവുമായി അടുത്ത് സംബന്ധം പുലർത്തുന്നവരും ദൈവവുമായി കൂട്ടായ്മ പുലർത്തുന്നവരുമായിരിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ദൈവത്തിൻ്റെ സ്വഭാവം വിശുദ്ധിയാകയാൽ അവർ വിശുദ്ധരായിരിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് അതിശയമായിട്ടുള്ളത്? ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ, ദൈവസന്നിധി ചെല്ലുന്നവൻ വിശുദ്ധനായിരിക്കണം. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെന്നാണ്. ഈ അധ്യായത്തിൽ ദൈവസന്നിധി ശുശ്രൂഷിക്കുന്നതായിരിക്കുന്ന ലേവ്യർക്കും അതുപോലെ അഹരോന്യ പുരോഹിതന്മാർക്കും ശുദ്ധീകരണത്തിന് വേണ്ടി നീണ്ട നടപടിക്രമങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 10 കാര്യങ്ങൾ അവർ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 10 കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ അതെല്ലാം ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് കഴിയൂ. അവരുടെ ശരീരം മുഴുവനും ക്ഷൗരം ചെയ്യണം, ശരീരം മുഴുവനും കഴുകണം, അവരുടെ വസ്ത്രം അലക്കണം, അവരുടെ മേൽ ശുദ്ധീകരണ ജലം തളിക്കണം, അവർ യാഗം കഴിക്കണം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ വേറെയും ചെയ്യണം. യാഗമൃഗത്തിൻ്റെ രക്തം അവരുടെ മേൽ തളിക്കണം. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിനെ സേവിക്കുവാൻ ഒരാൾ തീരുമാനിച്ചാൽ അവൻ വിശുദ്ധനായിരിക്കണം. ദൈവം പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് അവൻ വിശുദ്ധനായിരിക്കണം. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചോളാം, ദൈവം അങ്ങ് സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സാധിക്കുകയില്ല. അങ്ങനെ കർത്താവിനെ സേവിക്കാനായിട്ട് സാധിക്കുകയില്ല. കർത്താവിനെ ശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരണം കൂടാതെ കഴിയുകയില്ല. ആ ശുദ്ധീകരണം എന്താണ് എന്ന് നിശ്ചയിക്കുന്ന ദൈവമാണ്. നാം തന്നെ ആയിരുന്നുവെങ്കിൽ നാം പകുതി അശുദ്ധിയോടുകൂടെ ദൈവസന്നിധി ചെല്ലുമായിരുന്നു. വലിയ വലിയ കുറ്റങ്ങളൊക്കെ നമ്മൾ സമ്മതിക്കും ചെയ്യും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയും. അല്പസ്വല്പം അങ്ങനെയാണല്ലോ. പാപിയായ മനുഷ്യന് ഇഷ്ടമുള്ളത് അല്പം പാപവും ഇത്തിരി ഭക്തിയുമാണ്. പണ്ട് ഒരു അറിയപ്പെടുന്ന ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ജീവിതത്തിൽ വിജയിക്കുവാൻ എന്താണ് മാർഗമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്തിരി ഭക്തിയും ഇത്തിരി തട്ടിപ്പും രണ്ടും കൂടെ ചേർന്നാൽ നിങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞു. ഭക്തനായി മാത്രം ജീവിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉന്നതിയോ ആ നിലയിലുള്ള ഉന്നതിയോ ഒന്നും ഉണ്ടാകില്ല, പേരും പെരുമയും പണവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അതെ, ഇനി നിങ്ങൾ തോന്നിയാസം ജീവിക്കാമെന്ന് വെച്ചാൽ നിങ്ങളെ ആരും ഒരു ഭക്തനായിട്ട് അംഗീകരിക്കുകയുമില്ല. അപ്പം നിങ്ങളെ ഭക്തനായിട്ട് അംഗീകരിക്കുകയും വേണം, അതേസമയം തന്നെ നിങ്ങളുടെ കാര്യം സാധിക്കുകയും വേണം. അപ്പോൾ അതിന് ഇത്തിരി ഭക്തിയും ഇത്തിരി തട്ടിപ്പും വെട്ടിപ്പും. ആ തട്ടിപ്പും വെട്ടിപ്പും ആളുകൾ കണ്ടുപിടിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങൾ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ലക്ഷണം. ഞാൻ പറയാം, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് ചെല്ലാൻ ഒക്കുകയില്ല. ദൈവത്തെ കബളിപ്പിക്കുവാൻ ആർക്ക് കഴിയും? ഇത് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, എൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെ നീ മുന്നമേ അറിയുന്നു, എൻ്റെ വിചാരങ്ങളെ നീ മുന്നമേ അറിയുന്നു. വിചാരങ്ങളെ മുന്നേ പറയും. ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അത് അറിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? ഒരിക്കലും നമുക്ക് കഴിയില്ല. നാം സത്യസന്ധരായിരിക്കുക എന്നുള്ളത് മാർഗമാണ്. ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുക, ജീവിതത്തിൽ സമഗ്രത ഉണ്ടാകുക, ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുക, ജീവിതത്തിൽ കൂറുള്ളവരായിരിക്കുക, പാപത്തെ വെറുക്കുക. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശുദ്ധനാകുവാൻ തക്കവണ്ണം കഴിയൂ. ദൈവസ്വീകാര്യമായ സേവനം ചെയ്യണമെങ്കിൽ ദൈവസ്വീകാര്യമായ നിലവാരത്തിലേക്ക് നാം വരണം. നാം ചെയ്യുന്നതെല്ലാം ദൈവം അംഗീകരിക്കുമെന്ന ധാരണയോടുകൂടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്താൽ അതൊന്നും ദൈവം അംഗീകരിച്ചെന്ന് വരികയില്ല. നമ്മുടെ ധാരണയോടെ കിടക്കുകയുള്ളൂ. കയ്യിൻ്റെ യാഗം എന്തുകൊണ്ടാണ് ദൈവം അംഗീകരിക്കാഞ്ഞത്? ദൈവം അംഗീകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കയ്യിൽ വന്ന് യാഗം കഴിച്ചത്. ദൈവം അംഗീകരിക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല.
ഞാനൊരു നല്ല മനുഷ്യനാണ്, കഠിനാധ്വാനിയായൊരു മനുഷ്യനാണ്, ഞാൻ നേരെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കുന്ന സാധനങ്ങൾ ദൈവത്തിൽ കൊടുക്കുമ്പോൾ ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ ദൈവം സ്വീകരിച്ചില്ല. കയ്യനോട് പറഞ്ഞത്, നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന് സ്വീകാര്യമായ പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ ദൈവം സ്വീകരിക്കും. പാപം നിൻ്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. ഒരാട്ടിൻകുട്ടിയെ പാവിയാകം കഴിച്ച് ഞാൻ പാവിയാണെന്ന് ദൈവസന്നിധിയിൽ അവൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. പക്ഷേ സമ്മതിക്കാൻ അവന് മനസ്സിലായിരുന്നു. കാരണം അവന് മാർക്കിട്ടപ്പോൾ 10-ൽ 10 കൊടുത്തു. പക്ഷേ ദൈവം അവന് മാർക്കിട്ടപ്പോൾ അവൻ വിജയിച്ചില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നാമും ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്താണ് ദൈവം പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാക്കുകയും അതുപോലെ നാം പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ചിന്തകളിലെ, പ്രവൃത്തികളിലെ, വികാരങ്ങളിലെ, വിചാരങ്ങളിലെ, ആഗ്രഹങ്ങളിലെ, നമ്മുടെ പരിപാടികളിലെ എല്ലാ തലത്തിലും നാം ദൈവത്തോട് വിശ്വസ്ത പുലർത്തേണ്ടത് ആവശ്യമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടന്നു ചെല്ലുന്നതാണ്. പുറത്ത് പൂശിയതുകൊണ്ട് മാത്രം ഒരാൾ വിശുദ്ധനാവില്ല. മുഖത്തെ പൊട്ടിപ്പിടുന്നതായിരിക്കുന്ന കുഷ്ഠത്തെ നിറമടിച്ച് വേണമെങ്കിൽ നമുക്ക് കുഷ്ഠമില്ല എന്ന് തോന്നൽ വരുത്താം. പക്ഷേ അതുപോലെ നമുക്ക് കുഷ്ഠരോഗിയാകാതിരിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധ്യമല്ല. പുതിയ നിയമത്തിൽ പറയുന്ന സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്നാണ്. സത്യത്തിൽ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ വചനം സത്യമാകുന്നു, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾക്കനുസരിച്ച് തന്നെ ദൈവത്തെ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു. ഭൗതിക തലത്തിൽ ദൈവത്തെ ആരാധിക്കാനൊക്കെ ഇല്ല. പുതിയ നിയമകാലത്ത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കണം, അങ്ങ് തിരിഞ്ഞിരിക്കണോ, മുട്ടുകുത്തണോ, നിന്നിരിക്കണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. അതൊന്നും അല്ല ദൈവം നോക്കുന്നത്. ആത്മാവിലുള്ള ആരാധന, വിനയമുണ്ടോ, സത്യമുണ്ടോ, സൗമ്യതയുണ്ടോ, നീതിയുണ്ടോ, ന്യായമുണ്ടോ, അതൊക്കെയാണ് ദൈവം നോക്കുന്നത്. ഇന്നും ദൈവത്തെ അങ്ങനെ ശരീരത്തിൽ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. പരീശന്മാർക്ക് ശാസ്ത്രിമാർക്കും പറ്റിയ അബദ്ധം അതാണ്. ദശാംശം കൊടുക്കണമെന്നുള്ളത് ദൈവം പറഞ്ഞിരുന്നതുകൊണ്ട് അവരെ കറിക്ക് കടുക് പൊട്ടിക്കുമ്പോൾ ഇടുന്ന കടുകിലും അതുപോലെ തന്നെ കറിവേപ്പിലയിലും അവർ ദശാംശം കൊടുക്കുമായിരുന്നാണ് പറയുന്നത്. അതിൽ പരം കൊടുക്കുമായിരുന്നു. അവർ കറിവേപ്പില 10 എണ്ണിയിട്ട് 9 അങ്ങോട്ടിട്ട് വരണോ ഇങ്ങോട്ട് മാറ്റി വെക്കുമായിരുന്നു. അവർ അത്ര വിശ്വസ്തരായിരുന്നു. പക്ഷേ അവരുടെ ഹൃദയം വിശ്വസ്തമായിരുന്നില്ല. അവരാശ്രയിച്ചത് അവരുടെ ഈ ബാഹ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ, ഈ 8ാമത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നമ്മോട് പറയുന്നത് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെങ്ങനെയാണ് ശുദ്ധരായിരിക്കണമെന്നുള്ളതാണ്. അവരവിടെ എല്ലാം വേണം. അവരുടെ ശരീരം മുഴുവനും അവർ ക്ഷൗരം ചെയ്യണമെന്നാണ് പറഞ്ഞത്. കാരണം രോഗങ്ങളാണ് പല ബാക്ടീരിയകളെയും വാസസ്ഥലം രോഗങ്ങൾ പറ്റിയാണ്. അപ്പോൾ അതൊക്കെ ക്ഷൗരം ചെയ്യണം. കംപ്ലീറ്റ് മുടി തൊട്ട് അടിവരെ കംപ്ലീറ്റ്. എന്നിട്ട് നന്നായിട്ട് കഴുകണം. ഈ സോപ്പ് കൊണ്ടൊക്കെ നന്നായിട്ട് കഴുകണം. വസ്ത്രമൊക്കെ നന്നായിട്ട് അലക്കി ശുദ്ധീകരിക്കണം. ശുദ്ധീകരണ ജലം അവരുടെ മേൽ തളിക്കണം. അവരവരുടെ പാവിയാണെന്ന് പറഞ്ഞ് അവർ പാപത്തിന് വേണ്ടി പാവിയാകം കഴിക്കണം. എങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. അവരുടെ കുടുംബജീവിതത്തിൽ ഭാര്യ-ഭർത്തൃ ബന്ധങ്ങൾ, മക്കളെ വളർത്തുന്നതിലുള്ള കാര്യങ്ങൾ, സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ, ദാസിമാരുടെ ഇടപാട്, മറ്റ് വിശ്വാസികളുമായിട്ടുള്ള ഇടപാട്, ഒരു ടോട്ടൽ സാങ്ക്ടിറ്റി, ഒരു മൊത്തം വിശുദ്ധീകരണം, ടോട്ടൽ ഹോളിനെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കർത്താവിൻ്റെ സേവയിലേക്ക് പ്രവേശിക്കുന്ന നാം എല്ലാവരും കർത്താവിനെ സേവിക്കുവാനും കർത്താവിനെ ശുശ്രൂഷിക്കുവാനും താല്പര്യപ്പെടുന്ന, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്ന നാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നാം ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അത് തന്നെ ചെയ്യണം. എന്നെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്യം, ചിന്തിപ്പിക്കുന്ന വാക്യമാണ് 111 അധ്യായത്തിൽ. ഇത് നിമിത്തം നിങ്ങൾ പലരും രോഗികളും ബലഹീനരും നിദ്ര കൊള്ളുന്നവരുമാകുന്നു. തിരുവത്താഴത്തിൽ അയോഗ്യമായി പങ്കെടുക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞു, അയോഗ്യമായി പങ്കെടുക്കരുത്, യോഗ്യമായി പങ്കെടുക്കണം. യോഗ്യനായി പങ്കെടുക്കണമെന്നല്ല, യോഗ്യമായി പങ്കെടുക്കണം. പങ്കെടുക്കേണ്ടുന്ന രീതിയുണ്ട്, അതുപോലെ പങ്കെടുക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തെ സേവിക്കുന്ന നാം, ദൈവം വിശുദ്ധനായിരിക്കാൻ നാം വിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് വിശുദ്ധിയുടെ എല്ലാ തലത്തിലേക്കും ഇറങ്ങിച്ചെന്ന് നാം വിശുദ്ധരായിരിക്കുവാൻ തക്കവണ്ണിടയാകട്ടെ. കാൽവരിയുടെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നത് കൊണ്ട് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.